പാപമായ എന്തിൽ നിന്നും നിങ്ങൾ വേർപെട്ടിരിക്കണം, അല്ലേ? അതിനോട് കോംപ്രമൈസ് ചെയ്യരുത്. അങ്ങനെ കോംപ്രമൈസ് ചെയ്യാതിരുന്നാൽ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു സന്ദേശം നമ്മളൊന്ന് തുടങ്ങി. അത് ലോകമെമ്പാടുമുള്ള അനേക വിശ്വാസികൾ, ആയിരക്കണക്കിന് വിശ്വാസികൾ ആ സന്ദേശം കേട്ട് അവർ പലരും ഞങ്ങളെ വിളിക്കുകയും പലരും വിളിച്ചു. നേരിട്ടൊക്കെ തന്നെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ച് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമായി, ഒരു വലിയ തിരുത്തലിനും ഒരു മാനസാന്തരത്തിനും ഒരു മടങ്ങിവരവിനും കാരണമായി അനേകർ. ഏറ്റവും വലിയ അതിശയം, പല പാസ്റ്റർമാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് എന്നോടാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇവിടെ ഈ പുൽപ്പിറ്റിൽ നിന്ന് ആര് സംസാരിച്ചാലും അവർ സംസാരിക്കുന്നതൊക്കെ ദൈവവചനമാണ്. അത് ദൈവവചനം പോയതുപോലെ തിരിച്ചു വരികയില്ല, അത് പോയി അതിൻ്റെ പ്രവൃത്തി ചെയ്തിട്ട് മടങ്ങി വരൂ. അതുകൊണ്ട് ഈ പുൽപ്പിറ്റിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾ ആരായാലും ശരി, അവർ സംസാരിക്കുന്ന ദൈവവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. അവർ കലർപ്പില്ലാതെ മായം ചേർക്കാതെ ഉള്ള ദൈവവചനം എന്നും കർത്താവിൻ്റെ വരുവരെ അവർ പ്രസംഗിക്കുവാൻ അവരെല്ലാം ദയവായി നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നമ്മൾ പുറമെ നല്ല ശക്തരായി തോന്നുമെങ്കിലും അകമേ ആത്മീയമായി വളരെ ബലഹീനരായി പലപ്പോഴും നമ്മൾ കാണപ്പെടുന്നു, അല്ലേ? വി ലുക്ക് സ്ട്രോങ് ഫിസിക്കലി ഔട്ട്സൈഡ്, ബട്ട് ഇൻറ്റേർണലി സ്പിരിച്വലി വി ആർ സീംസ് വെരി വീക്ക്. പലപ്പോഴും വി സൗണ്ട് വെരി റിലീജിയസ്, അല്ലേ? നല്ല ആത്മീയ ഭാഷയൊക്കെ നമ്മൾ പറയും. പലപ്പോഴും ചർച്ച് ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ആക്റ്റീവായിട്ടുണ്ട്, പക്ഷേ അകത്ത് ഈ പറഞ്ഞ പോലെ ക്ഷീണമാണെന്നുള്ള കാര്യം അറിയുന്നില്ല. വി സ്പീക്ക് ദ ചർച്ച് ലാംഗ്വേജ്, നല്ല ഉപദേശി ഭാഷ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉപദേശി മലയാളം പോലെ നമുക്കൊരു ചർച്ച് ഭാഷയുണ്ട്, അതൊക്കെ നമ്മൾ സംസാരിക്കും. നമ്മൾ നന്നായിട്ട് പാടും, നല്ല പാട്ടുകൾ പാടും, എല്ലാ റിലീജിയസ് റൊട്ടീൻസ്, ആത്മീയ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. നന്നായിട്ട് വചനവും വേണമെങ്കിൽ നമ്മൾ കാണാതെ നമ്മൾ പറയും. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പോലെ വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വചനങ്ങൾ ഫോർവേഡ് ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ ചെയ്താലും ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ഭയം വരുമ്പോൾ, ഒരു കലക്കം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ പോരാട്ടം വരുമ്പോൾ നമ്മൾ വീണു പോകുന്നു. കാര്യം ക്വയറ്റ്ലി സ്പിരിച്വൽ വീക്ക്നെസ് ഹാസ് എൻറ്റേർഡ് അവർ ലൈഫ്സ്, അല്ലേ? വളരെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അകം ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയാതെ ഇരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, എ സ്പിരിച്വലി വീക്ക് ബിലീവർ ക്യാൻ സ്റ്റിൽ സിങ് ഇൻ ദ കൊയർ. പാട്ട് പാടിക്കൊണ്ടിരിക്കും. എ സ്പിരിച്വലി വീക്ക് മിനിസ്റ്റർ ക്യാൻ സ്റ്റിൽ മിനിസ്റ്റർ ഫ്രം ദ പുൽപിറ്റ്, വചനം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അകത്ത് ഈ പറഞ്ഞ പൊള്ളയായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും നമ്മൾ മറക്കുന്നു. അപ്പം അതിനെന്തൊക്കെയാണ് കാരണങ്ങളെന്നുള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ 2 കാരണം കണ്ടു. ഒന്നാമത്തെ കാരണം, വൈ വി ആർ സ്പിരിച്വലി വീക്ക്, എന്തുകൊണ്ട് നമ്മൾ ആത്മീയമായിട്ട് ക്ഷീണിതരാകുന്നു? ലാക്ക് ഓഫ് കൺസിസ്റ്റൻറ്റ് ഇൻറ്റിമസി വിത്ത് ഗോഡ്, ദൈവത്തോട് നിരന്തരമായ അടുപ്പം നമ്മൾ പുലർത്താത്തത് കൊണ്ടാണ് പലപ്പോഴും ആത്മീയമായി നമുക്കുള്ളിൽ നമുക്ക് ക്ഷീണം സംഭവിക്കുന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, അല്ലേ? പലരും ഇന്ന് ദേ ഹാവ് ബിക്കം വിസിറ്റേഴ്സ് ടു ദ സാങ്ച്വറി, നോട്ട് റെസിഡൻസ്. നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, സന്ദർശിക്കുന്നവരല്ല ഭാഗ്യവാന്മാർ. പലപ്പോഴും പല ക്രിസ്ത്യാനികളും, പല സോക്കോൾഡ് നല്ല വിശ്വാസികൾ പോലും അവർ ഈ ഞായറാഴ്ച ദൈവത്തെ ഒന്ന് സന്ദർശിച്ചിട്ട് മടങ്ങി വരുന്നു. അങ്ങനെ നമ്മൾ സന്ദർശകരായിട്ടല്ല, ദൈവസന്നിധിയിലേക്ക് സന്ദർശകരല്ല, നമ്മൾ അവൻ്റെ സന്നിധിയിൽ വസിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ എമർജൻസി ബേസ്ഡ് അല്ല, ഇറ്റ് ഈസ് റിലേഷൻഷിപ്പ് ബേസ്ഡ്. ഒരാപത്ത് വരുമ്പോഴല്ല പ്രാർത്ഥിക്കേണ്ടത്. ആപത്ത് വരുമ്പോൾ പ്രാർത്ഥിക്കാം, പക്ഷെ നിരന്തരം നമ്മളിന്ന് ആദ്യം കേട്ടതുപോലെ നിരന്തരം നമ്മൾ ശ്വസിക്കുന്നത് പോലെ നമുക്ക് പ്രാർത്ഥന, വി ക്യാൻ വിസ്പർ എ പ്രെയർ, അല്ലേ? അതെപ്പോഴും ഏത് സമയത്തും അത് നമുക്ക് ദൈവത്തോട് നമുക്ക് സംസാരിച്ചു കൊണ്ടിരിക്കാം. അതുകൊണ്ടാണ് യേശുവിൻ്റെ മാതൃക നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ വാങ്ങിപ്പോയി നിർജ്ജന പ്രദേശത്ത് പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ. യേശുവിന് പ്രാർത്ഥന അത്ര ആവശ്യമായിരുന്നെങ്കിൽ നമുക്കെത്ര അധികം പ്രിയപ്പെട്ടവരെ. രണ്ടാമത് നമ്മൾ കണ്ടത് ഷാലോ നോളജ് ഓഫ് ദി സ്ക്രിപ്ചർ, വചനത്തിലുള്ള അറിവ്. അല്ലെങ്കിൽ ഞാൻ വേറൊരു വാക്ക് പറഞ്ഞു, മെനി ബിലീവേഴ്സ് ആർ അണ്ടർ ഫെഡ്, അല്ലേ? ഇന്ന് ആവശ്യമുള്ള പോഷകം നമുക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? അതുപോലെ ഈ ആത്മീയ ഭക്ഷണം ആവശ്യമുള്ളിടത്തോളം, അതും നമുക്ക് ശരീരത്തിനല്ല നമുക്ക് പുഷ്ടി, അകത്തെ മനുഷ്യൻ ശക്തിയോട് ബലപ്പെടുത്തക്കവണ്ണമുള്ള ഭക്ഷണം നമ്മൾ പലപ്പോഴും കഴിയുന്നില്ല. അതിന് ഒറ്റ കാരണം ഞാൻ പറഞ്ഞത്, മോസ്റ്റ് ബിലീവേഴ്സ് ഡിപ്പെൻഡ് ഓൺലി ഓൺ സെർമൻസ്. എന്താണ്? അവർ ഈ പ്രസംഗങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്.
അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ യൂട്യൂബും കൂടെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് തുടങ്ങി ഞാൻ എല്ലാ പ്രസംഗവും കേട്ട്, അയ്യോ ആ പാസ്റ്ററെ കേട്ട്, ഈ പാസ്റ്ററെ കേട്ട്, ഈ അഭിഷിക്തനെ കേട്ട്, ഈ ദൈവദാസനെ കേട്ട്, അവിടെ കേട്ട്. ഈ സെർമൻസ് ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതം ജീവിച്ചാൽ അകത്തെ മനുഷ്യൻ പൊട്ടിപ്പെടത്തില്ല. സെർമൻസ് ആർ ഓക്കെ, യു ക്യാൻ ഹിയർ സെർമൻസ്, ബട്ട് അവിടെ ഓർക്കണം. പിന്നെ ചിലർക്ക് ഈ സെർമൻസ് ഒരു മൊത്തം പ്രസംഗം കേൾക്കാനുള്ള സമയമൊന്നുമില്ല. അവരൊന്ന് ഒരു മോട്ടിവേഷണൽ കോട്ട്സ് ഒക്കെ കിട്ടി അതൊന്ന് വായിച്ചാൽ സന്തോഷം, അന്നത്തേക്കായി. ചിലർക്കൊരു ഷോർട്ട് ലൈൻ ഓൺലൈൻ മെസ്സേജ്, ഫോർ എക്സാമ്പിൾ ഒരു കൊച്ചു ഷോർട്ട്, നമ്മളിവിടെ നമ്മുടെ ഷോർട്ട്സും റീൽസും ഒക്കെ അയക്കുന്നു. ചിലർ അതും കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. എന്നിട്ട് ഞാൻ കേൾക്കാറുണ്ട്, അയ്യോ നല്ലതാണ്, അടിപൊളി, ഞാൻ ഒരു 10 പേർക്കെങ്കിലും അയച്ചും കൊടുക്കും. ഈ 2 മിനിറ്റുള്ള ഷോർട്ട്സും കേട്ടോണ്ടൊന്നും നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. ഒരാമയും പറഞ്ഞേ. പക്ഷേ ഇന്ന് ഒത്തിരി പേർക്ക് ഈ 2 മിനിറ്റുള്ള ഷോർട്ട്സും ഈ 5 മിനിറ്റുള്ള ഓൺലൈൻ മെസ്സേജും ഇതും കൊണ്ടാണ്. അങ്ങനെ നമ്മൾ ജീവിക്കാൻ ശ്രമിച്ച അകത്തെ മനുഷ്യൻ ഒരിക്കലും ബലപ്പെടത്തില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കടുപ്പിച്ചൊരു കാര്യം പറഞ്ഞു. ഇത് വളരെ ഡേഞ്ചറസ് ആണ് അങ്ങനെ ജീവിക്കാൻ ശ്രമിച്ചാൽ. കാരണം സ്പിരിച്വൽ മെച്യൂരിറ്റി കനോട്ട് സർവൈവ് ഓൺ ബോറോഡ് റെവലേഷൻ. കടം മേടിച്ച വെളിപ്പാടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വെളിപ്പാട് ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിക്കണം. അവർ പ്രസംഗിക്കുന്നത് അവർക്ക് കിട്ടിയ വെളിപ്പാട്, ആ കടം മേടിച്ച വെളിപ്പാടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ദൈവത്തോട് വെളിപ്പാട് നിങ്ങൾ ഓശയ 4:6 നമ്മൾ കണ്ടു. എന്താണ്? എൻ്റെ ജനം പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് നശിച്ചു പോകുന്നു. പിശാച് ശക്തിമാനായതുകൊണ്ട് നശിച്ചു പോകുന്നതെന്നല്ല, പരിജ്ഞാനമില്ല. എന്താണ്? നോളജ്, ഇംഗ്ലീഷിൽ നോളജ് അല്ലേ? അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവചനം, ബിക്കോസ് സ്പിരിച്വൽ സ്ട്രെങ്ത് ഈസ് കണക്റ്റഡ് ടു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്. എത്രത്തോളം വചനത്തിലുള്ള അറിവ് നമുക്കുണ്ടോ അത്രത്തോളം നമുക്ക് ആത്മീയമായി ബലവും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇന്ന് കഷ്ടതയെപ്പറ്റി കേട്ടപ്പം അതിനെക്കുറിച്ച് വചനത്തിൽ നിന്നുള്ള അറിവുണ്ടായി. അതുകൊണ്ട് ഇനി നാളെ കഷ്ടത വരുമ്പം നിങ്ങൾ പെട്ടെന്ന് വീഴത്തില്ല. കാര്യം എന്താ? എനിക്കറിയാം ഈ ഇതിലൂടെയാണ് കർത്താവ് എന്നെ ചില കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആ വചനത്തിലുള്ള അറിവ് നിങ്ങൾക്ക് അകത്ത് ബലമാവും. ആ വചനത്തിലെ അറിവില്ലായിരുന്നെങ്കിൽ കഷ്ടത വരുമ്പോൾ നിങ്ങൾ എപ്പം വീണമെന്ന് ചോദിച്ചാൽ മതി. അതാണ് എൻ്റെ വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് 3ാമത്തെ കാര്യം പോവാം. അനദർ റീസൺ വൈ ക്രിസ്ത്യൻസ് ആർ സ്പിരിച്വലി വീക്ക് ഈസ് കോംപ്രമൈസ് വിത്ത് സിൻ. പാപത്തോട് എന്ത് ചെയ്യുന്നു? സന്ധി ചെയ്യുകയാണ്. പാപത്തോട് കോംപ്രമൈസ് ചെയ്യാണ്. ഒരു പാപം ആണെന്ന് അറിഞ്ഞിട്ടും ആ പാപം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പാപം ചെയ്തുകൊണ്ടിരുന്നുള്ള കുഴപ്പം, ഇറ്റ് വീക്കൻ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി. ആത്മീയമായിട്ട് നമുക്ക് എന്തുണ്ട്? ഒരു അവബോധം നഷ്ടപ്പെടുക ശരിക്കും പറഞ്ഞാൽ. അല്ല, ഇന്ന് പലർക്കും ഡിസേൺമെൻറ്റ് വിട്, ഈ സെൻസിറ്റിവിറ്റി പോലും നമുക്കില്ല. അല്ലെങ്കിൽ വേറെ വാക്കി പറഞ്ഞാൽ സിൻ ഡ്രെയിൻസ് ബോൾനെസ്. നമുക്ക് പലപ്പോഴും തൻ്റെ ഇടത്തോടെ നിൽക്കാൻ കഴിയാത്തത് എവിടെയെങ്കിലും ഒരു പാപം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലാണ്. അടുത്തത്, സിൻ ഡെഫിനറ്റ്ലി വിൽ അഫക്റ്റ് അവർ പ്രെയർ ലൈഫ്. പാപം ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അടുത്തത്, സിൻ ഗ്രാജുവലി ഹാർഡൻസ് അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യും? പതുക്കെ കഠിനമാക്കും. അടുത്തത്, ഇന്ന് ഒത്തിരി പേർക്ക് സ്പിരിച്വൽ പവർ വേണം. എന്താണ്? ആത്മീയമായിട്ട് ശക്തി വേണം. അപ്പോൾ ഇന്ന് പുതിയ ആത്മീയ ശക്തി കൊടുക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. ഇവിടെ വന്നാൽ മതി, ഇമ്പാർട്ടേഷനുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഇമ്പാർട്ടേഷനുണ്ട് ഓടി വരുന്നു. ചിലരിങ്ങനെ എന്ത് ചാടി സ്റ്റേജിൽ കയറുന്നു, ഈ പ്രസംഗിക്കുന്നവനെ അഭിഷിക്തനെ കെട്ടിപ്പിടിക്കുന്നു, ഇമ്പാർട്ടേഷൻ കിട്ടുമെന്ന്. അങ്ങനൊന്നും കെട്ടിപ്പിടിച്ചാലൊന്നും ഇമ്പാർട്ടേഷൻ കിട്ടത്തില്ല എന്നേ. സ്പിരിച്വൽ പവർ വേണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണെന്നറിയാമോ? യു ഹാവ് ടു സെപ്പറേറ്റ് ഫ്രം സിൻഫുൾ കോംപ്രമൈസ്. പാപമായ എന്തിൽ നിന്നും നിങ്ങൾ വേർപെട്ടിരിക്കണം അല്ലേ? അതിനോട് കോംപ്രമൈസ് ചെയ്യരുത്. അങ്ങനെ കോംപ്രമൈസ് ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ അകത്ത് ശക്തി ഉണ്ടാവും. അത് വിശ്വസിക്കുന്ന ഒരു രാമയം പറഞ്ഞേ അല്ലേ? അപ്പോൾ ഇവിടെ ഈ സ്പിരിച്വൽ സ്ട്രെങ്ത്തും കണ്ടിന്യൂവൽ കോംപ്രമൈസും ഇത് രണ്ടും ഒന്നിച്ചു പോകത്തില്ല. ഒന്നിൽ ആത്മശക്തി അല്ലെങ്കിൽ കോംപ്രമൈസ്. ഇത് രണ്ടും കൂടെ പറ്റത്തില്ല. 66-ാം സങ്കീർത്തനം 18-ാം വാക്യം, അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഇഫ് ഐ റിഗാർഡ് ഇനിക്വിറ്റി ഇൻ മൈ ഹാർട്ട് ലോർഡ് യു വിൽ നോട്ട് ഹിയർ മീ. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നാൽ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും രഹസ്യ പാപത്തിലെങ്കിലും ജീവിക്കുന്നുവെങ്കിൽ ആ രഹസ്യപാപം ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? ഇറ്റ് വിൽ വീക്കൺ അവർ സ്പിരിച്വൽ അതോറിറ്റി. ആത്മീയമായി ദൈവം നമുക്ക് തന്ന ചില അധികാരങ്ങളുണ്ട്. ആ അധികാരം എടുത്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? ഇപ്പം പഴയ പോലെ അധികാരത്തിൽ നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല.
കാര്യം എന്താ? അകത്ത് എൻ്റെ പാപം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ പാപം വെച്ചോണ്ട് ആ അധികാരം എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. അടുത്തത് സീക്രട്ട് കോംപ്രമൈസ്. നമ്മൾ രഹസ്യത്തിൽ ചിലത് കോംപ്രമൈസ് ചെയ്യുന്നെങ്കിൽ ഇറ്റ് വിൽ വീക്കൺ അവർ ഡിസേൺമെൻറ്റ്. പിന്നെ നമുക്ക് ഈ വിവേചന വരം നമുക്കങ്ങ് നഷ്ടപ്പെടും. ഒരു കാര്യത്തെ വിവേചിക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടും. ഇത് ദൈവത്തിൽ നിന്നാണോ അല്ലയോ അറിയത്തില്ല. കാര്യം എന്താ? എനിക്ക് വിവേചിക്കാൻ കഴിയുന്നില്ല. കാര്യം എന്താ? എൻ്റെ ജീവിതത്തിൽ പാപമുള്ളിടത്തോളം കാലം എനിക്ക് ചില ഈ ഭേദാഭേദങ്ങളെ എന്നൊക്കെ പറയുന്ന പോലെ നന്മതിന്മകളെ ഇതൊക്കെ വിവേചിക്കാൻ നമ്മൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇതൊക്കെ ഏത് ആത്മാവിലാണ് പാസ്റ്റർക്ക് എന്ത് തോന്നുന്നു, ഇത് ശരിയാണോ? ഞാൻ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്കറിഞ്ഞുകൂടാ. ഇതാ പ്രശ്നം, ആർക്കും അറിഞ്ഞുകൂടാ. പണ്ടത്തെ കാലത്ത് ആദ്യകാലങ്ങളിൽ വിശ്വാസികളോട് ചോദിച്ചാൽ അവർക്കൊരു തെറ്റായ ഒരു ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം കണ്ട അപ്പോഴേ അറിയും ഇത് ഏത് ആത്മാവെന്ന്. ഒരു തെറ്റായ ഉപദേശം ആരെങ്കിലും പ്രസംഗിച്ചാൽ അപ്പോഴേ പറയും അത് തെറ്റാന്ന് പറയും. കാര്യം എന്താ? ദേ കുഡ് ഡിസേൺ. ഇന്ന് എന്ത് കേട്ടാലും എന്ത് കണ്ടാലും എന്ത് ശുശ്രൂഷ കണ്ടാലും ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് ശരിയാണോ? ഒരിക്കലൊരു അറിയപ്പെട്ടൊരു പ്രവാചകനെ പറ്റി അദ്ദേഹത്തിൻ്റെ ചേട്ടനോട് പറഞ്ഞ, എൻ്റെ ബ്രദറെ, അവൻ പറയുന്നത് പച്ചിലയും കത്രികയും പോലെയാണ്, കൃത്യമാണ്, പക്ഷേ ഏത് ആത്മാവിലാണെന്ന് മാത്രം എനിക്കറിയത്തില്ല. പോയില്ലേ? പറയുന്നത് ഇതേ വാക്കാ പുള്ളി പറഞ്ഞു, പച്ചിലയും കത്രികയും പോലെയാണ് അവൻ പറയുന്നത്, അതുപോലെ ഒത്തുവരുന്നുണ്ട് അവൻ പറയുന്നത്, പക്ഷേ ഏത് ആത്മാവിലാണെന്ന് എനിക്കറിയത്തില്ല. ഈ പറഞ്ഞ ആളൊരു വലിയ പാസ്റ്ററാ അല്ലേ? ഇതാണ് പ്രശ്നം പ്രിയപ്പെടുന്നത്. നമുക്ക് ഡിസേൺമെൻറ്റ് നമുക്ക് നഷ്ടപ്പെടുന്ന എവിടെയോ അല്ലേ? അപ്പം റിപ്പീറ്റഡ് ഡിസൊബീഡിയൻസ്, നമ്മൾ നിരന്തരമായി തുടർമാനമായി നമ്മൾ ദൈവത്തോടും ദൈവവചനത്തോടും നമ്മൾ അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരുന്നാൽ എന്തു പറ്റുമെന്ന് അറിയാമോ? ദാറ്റ് വിൽ വീക്കൺ കൺവിക്ഷൻ. ഈവൻ നമുക്ക് പിന്നെ ചില കാര്യങ്ങളിലൊരു കൺവിക്ഷൻ തന്നെ ഇല്ലാതെ പോകും അല്ലേ? പാപം ചെയ്താൽ ശിക്ഷയുണ്ടെന്നുള്ള കാര്യം ആര് പറഞ്ഞു? പിന്നെ തർക്കിക്കാൻ തുടങ്ങും. എല്ലാവരും ഇങ്ങനെ തന്നെ, അത് ദൈവം കൃപയുള്ള ദൈവമാണ്, പിന്നെ എന്തിനാ ദൈവം പിന്നെ കൃപ വെച്ചിരിക്കുന്നു? ഉടനെ നമ്മൾ പിന്നെ പുതിയ ഉപദേശങ്ങൾ കൊണ്ടുവരും അല്ലേ? ഇന്ന് എത്ര ഈ നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചെന്നൊക്കെ പറഞ്ഞ പോലെ എത്രയോ ശക്തരായ ചില ദൈവദാസന്മാർ, ശക്തരായി ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്ന ഈ കേരളത്തിലുള്ള ചിലർ ഇന്നത് മാറി അവർ പ്രസംഗിക്കാൻ തുടങ്ങി. സ്വർഗമില്ല എന്ന് പറയാൻ തുടങ്ങി, കർത്താവിന് വരത്തില്ല എന്ന് പറയാൻ തുടങ്ങി, പരിശുദ്ധാത്മാവിനെ പറ്റിയൊക്കെ വളരെ വികലമായ പഠിപ്പീരുകൾ. ചിലരെങ്കിലും ഇത് പതുക്കെ വിട്ട് മറ്റ് ചില സഭകളിലേക്കും സമുദായങ്ങളിലേക്കൊക്കെ മാറിപ്പോകും. ചിലർ കത്തോലിക്കരായിട്ട് പോകുന്നു, വേറെ ചിലർ എന്തൊക്കെയോ ആയിട്ട് പോകുന്നു, വേറെ ചിലർ താടിയും മുടിയും വളർത്തി ഹിന്ദുക്കളായിട്ട് പോകുന്നു. അതിൻ്റെ അർത്ഥം ആലോചിച്ച് നോക്കിയേ, ഇവർ ഒരു കാലത്ത് ശക്തമായി പ്രസംഗിച്ചവരാണ്. എന്തു പറ്റി? നല്ലോണം ഓർക്കണം, നമ്മുടെ കൺവിക്ഷൻ, നമുക്ക് ഈ വചനത്തിലൂടെ ദൈവം തന്നിരിക്കുന്ന റെവലേഷൻ ആൻഡ് കൺവിക്ഷൻ, അത് നിലനിൽക്കണമെങ്കിൽ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർ ഇന്നർ മാൻ. എൻ്റെ അകത്ത് പാപം വെച്ചുകൊണ്ടിരിക്കരുത്, പാപത്തിൽ ഞാൻ തുടർന്നുകൊണ്ടിരിക്കരുത്. ഞാൻ രഹസ്യമായിട്ട് പാപത്തിലിരുന്നാൽ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുമെന്നുള്ള കാര്യം ഇനി നമ്മളറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യം, സ്ലോലി ദ സ്പിരിച്വൽ ഫയർ ഇൻസൈഡ് ബിഗിൻസ് ടു ഡൈ. എന്താണ്? എൻ്റെ അകത്തുള്ള അല്പം തീയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ബാക്കി അതും എന്ത് ചെയ്യും? കെട്ടണഞ്ഞങ്ങ് പോവും. സമയക്കുറവുണ്ട്, ഞാൻ എൻ്റെ വാക്കുകൾ നിന്ന് നിർത്തി. എൻ്റെ കർത്താവ് അനുവദിച്ചാൽ എൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? 3 കാര്യം: ദൈവത്തോടുള്ള എൻ്റെ ബന്ധം, 2 വചനത്തോടുള്ള എൻ്റെ ബന്ധം, 3 പാപത്തോടുള്ള എൻ്റെ ബന്ധം. എന്താണ് ബന്ധം? പാപത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുക, മാറി നിൽക്കുക. ഇതാണ് ഈ 3 കാര്യങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടു. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ തുടങ്ങും, ആത്മീയമായി ഞാൻ ശക്തിപ്പെടാൻ തുടങ്ങും. എത്ര പേരൊന്ന് പ്രാർത്ഥിക്കും, കർത്താവേ, ആത്മീയമായ ഒരു ശക്തി പ്രാപിക്കുവാൻ ഞാൻ പലപ്പോഴും ഈ ശക്തി പ്രാപിക്കാൻ വേണ്ടി നമ്മളേതെങ്കിലും ഈ ഉണർവ് യോഗങ്ങളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ചില സ്പെഷ്യൽ മീറ്റിങ്സിലൊക്കെ പോയി കുറേ ഞാൻ അങ്ങ് കൈയടിച്ച് പാടി അന്യഭാഷയിൽ ഞാൻ ആരാധിച്ചാൽ എനിക്ക് ശക്തി കിട്ടുമെന്നുള്ള ചിന്തിക്കാറുണ്ട്. തീർച്ചയായിട്ടും അന്യഭാഷയിൽ നമുക്ക് ആരാധിക്കാം, നമുക്ക് കൈയടിക്കാം, നമുക്ക് ഉപവസിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷേ അതൊക്കെ പുറമേ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഉപരിപ്ലവമായി ചെയ്യുന്ന പല കാര്യങ്ങളാണ്. പക്ഷേ ഇൻസൈഡ് ഐ നീഡ് ടു ബി വാച്ച്ഫുൾ ഓഫ് മൈ ഇന്നർ ലൈഫ്. എൻ്റെ രഹസ്യ ജീവിതം ഞാൻ സൂക്ഷിക്കണം, എൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടുത്തണം, അവന് ബലം പകരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണം. കണ്ണടച്ചാട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, കേട്ട വചനപ്രകാരം കർത്താവേ, ഞങ്ങളെ നീ നാളുകൾ നീ തിരുത്തുന്നതിനായിട്ട് സ്തോത്രം.
അങ്ങയുടെ തിരുത്ത് മറ്റൊന്നിനുമല്ല, ഞങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലോ അങ്ങ് തിരുത്തുന്നത് കർത്താവേ. ആ തിരുത്ത് ഞങ്ങൾ ഏറ്റെടുക്കുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലെയുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾ, ബൈബിൾ പഠനങ്ങൾ, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ എന്നിവ കേൾക്കുവാൻ നിങ്ങൾക്കിടയായിത്തീരും. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.